ഇപ്പോഴും വിനീത വിജയ് മണിപ്പൂരിലെ ഇംഫാലിൽ ക്യാമ്പ് ചെയ്യാണ്. വിനീത തത്സമയം ചേരുകയാണ്. മെയ്തേ മേധാവിയെ കണ്ടതിന് ശേഷം വിനീത അതിനെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ നമുക്ക് കൊതിയായി. വിനീത, ഗുഡ് മോർണിംഗ്. എന്തായാലും അവിടെ എത്തിയത് നന്നായി. കൂടുതൽ വിവരങ്ങൾ എന്താണ്? കാര്യം ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം എന്നേക്കുമായി അവസാനിച്ച് മണിപ്പൂരിൽ സമാധാനം പുലരുമെന്നാണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? വെരി ഗുഡ് മോർണിംഗ് എസ്കെൻ. തീർച്ചയായും എസ്കെൻ, മണിപ്പൂരിൽ ഇപ്പോൾ സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷം തന്നെയാണ്. അത് അങ്ങനെ തന്നെ തുടരട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾ നേരത്തെ തന്നെ മണിപ്പൂരിൽ കഴിഞ്ഞ തവണയൊക്കെ എത്തിയപ്പോൾ ഈ മെയ്തേ കുക്കി വിഭാഗങ്ങളുടെ തലവന്മാരുമൊക്കെയായി നമ്മൾ അവരെ നേരിട്ട് കണ്ട് അവരുടെ ഇന്റർവ്യൂ ഒക്കെ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അന്നുണ്ടായിരുന്നതിനേക്കാൾ ഇന്ന് അന്തരീക്ഷം വളരെയധികം സമാധാനപരമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. മെയ്തേ തലവൻ പ്രമോദ് സിംഗുമായാണ് നമ്മൾ സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ പൊതുവെ, അതായത് മെയ്തേ വിഭാഗക്കാർ പൊതുവെ സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. ഞങ്ങളായി അത്തരത്തിലേക്കുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ആക്രമണങ്ങളോ ഒന്നും തന്നെ നടത്താറില്ല. ഞങ്ങളുടെ ഭൂമി കുക്കി വിഭാഗങ്ങൾ അനധികൃതമായി കയ്യേറിയതെന്നാണ് മെയ്തേ വിഭാഗത്തിന്റെ ആരോപണം. ഈ ഭൂമി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൊല്ലിയാണ് ഈ മണിപ്പൂരിൽ ഇത്രയും നാളുകളായി അവരുടെ ഈ കലാപവും വംശീയ കലാപത്തിലേക്ക് അടക്കം അത്തരം കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഏതാണെങ്കിലും ഇപ്പോൾ സ്ഥിതിഗതികൾ പൂർണ്ണമായും സമാധാനപരമായി മുന്നോട്ട് പോകുന്നുവെന്നാണ് അവർ പറയുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നത്, കേരളത്തിൽ നിന്നുള്ള മലയാളികളടക്കം മണിപ്പൂരിൽ എത്തുന്നുണ്ട്. ഞങ്ങൾ അവരുമൊക്കെയായി വലിയ സൗഹൃദത്തോടു കൂടിയാണ് സംസാരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനമന്ത്രി ഒരു ദേശീയ നേതാവെന്നാണ് മെയ്തേ വിഭാഗം തലവൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നുഴഞ്ഞുകയറ്റക്കാരെയല്ല, ഒപ്പം തന്നെ തദ്ദേശീയരെ സംരക്ഷിക്കുമെന്നാണ് ഞാൻ കരുതുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ അതിർത്തി സംസ്ഥാനം എന്ന നിലയിൽ നിരവധി വിഷയങ്ങൾ മണിപ്പൂരിലുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഇത്രയും നാൾ പ്രധാനമന്ത്രി മൗനം പാലിച്ചതെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ഒപ്പം തന്നെ 2047 വികസിത ഭാരതത്തിൽ മണിപ്പൂർ കൂടി ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹമെന്നും അദ്ദേഹം പറയുകയാണ്. മണിപ്പൂരിൽ നിലവിൽ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷമാണ് നിലവിലുള്ളത്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നത്, ഈ കഴിഞ്ഞ വംശീയ കലാപത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ അത് ഇരു വിഭാഗത്തിനും ഉണ്ടായിരുന്നു. പക്ഷേ മെയ്തേ തലവൻ പറയുന്നത്, നിരവധി മെയ്തേകൾ ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു, അവരുടെ വീടുകൾ അഗ്നിക്കിരയായി, അവർ സ്വന്തം ഭൂമിയിൽ ഭക്ഷണത്തിനായി ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം രാഷ്ട്രപതി ഭരണം ഇപ്പോഴും മണിപ്പൂരിൽ തുടരുകയാണ്. ഒപ്പം തന്നെ ഒരു സർക്കാർ രൂപീകരണത്തിനുള്ള നടപടിക്രമങ്ങളെല്ലാം മറുവശത്ത് പുരോഗമിക്കുന്നുമുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളൊക്കെ നേരത്തെ തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. അക്കാര്യത്തിൽ നമ്മൾ അദ്ദേഹത്തോട് ഒരു അഭിപ്രായം ചോദിച്ചപ്പോൾ അദ്ദേഹം അതിൽ പറഞ്ഞത്, എന്താണ് അതിന്റെ വ്യത്യാസമെന്ന് തനിക്ക് മനസ്സിലായിട്ടില്ല, ഇപ്പോൾ രാഷ്ട്രപതി ഭരണം തുടരുകയാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ അവർ പറയുന്നത്, കുക്കികൾ ആസൂത്രിതമായിട്ടാണ് ഞങ്ങൾക്കു നേരെ ആക്രമണം നടത്തിയതെന്നും പറയുന്നുണ്ട്. ഏതാണെങ്കിലും ഇപ്പോൾ കാര്യങ്ങൾ സമാധാനപരമായി മുന്നോട്ട് നീങ്ങുകയാണ്. ഞങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. ഞങ്ങളായി ഒരു തരത്തിലുള്ള ആക്രമണങ്ങൾക്കോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള നീക്കങ്ങളോ ഒന്നും തന്നെ ഞങ്ങൾ നടത്തിയിട്ടില്ല എന്നാണ് മെയ്തേ വിഭാഗം തലവൻ പ്രമോദ് സിംഗ് 24 വ്യക്തമാക്കിയത്. എസ്കെ വിനീത വിജയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.